നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ആദ്യം നമുക്ക് ഒരു 1/4 കപ്പ് ചൊവ്വരി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ശേഷം നല്ല പശയുണ്ടാവും. നല്ല തണുത്ത വെള്ളത്തിൽ കുറേ വെള്ളത്തിൽ നമുക്കിത് കഴുകിയെടുക്കണം. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടുന്ന രീതിയിൽ കഴുകിയെടുക്കണം കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ 1 കപ്പ് തേങ്ങാ വെള്ളം എടുക്കുക. അതിലേക്ക് 10 ഗ്രാമിൽ 1/3 ഭാഗം ചൈന ഗ്രാസ് എടുക്കാം കേട്ടോ. അത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അതിൽ 1/3 ഭാഗം എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ആദ്യം ഈ തേങ്ങ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം അത് മെൽട്ടാക്കാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങാവെള്ളത്തിൻ്റെ പുഡിംഗ് ഉണ്ടല്ലോ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം. എന്നാലേ നമ്മൾ ഡ്രിങ്ക് സെറ്റ് ചെയ്ത സമയം ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചൂടാറി സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അരിച്ചിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ സെറ്റാക്കി കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് മാങ്ങയാണ്. ഈ സൈസിലുള്ള 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി 2 നമുക്ക് കുറച്ച് പാലിൽ നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വലിയതാക്കി കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വരഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കോക്കനട്ട് വാട്ടർ ഇതുപോലെ ജെല്ലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് ആദ്യം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള മാങ്ങ വേണം കേട്ടോ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേവിച്ചെടുത്തിട്ടുള്ള ചൊവ്വരി, അതുപോലെ തന്നെ സബ്ജ സീഡ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആ ഒരു കോക്കനട്ട് വാട്ടറിൻ്റെ ജെല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 മാങ്ങ ഞാൻ കുറച്ച് പാലിൽ നന്നായിട്ട് സ്മൂത്തായിട്ട് അരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് കണ്ടൻസ് മിൽക്ക് ആട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സംഭവം സെറ്റാണ്. അപ്പം കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. മധുരം അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. അതില്ല നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ സമയത്ത് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ അവരുടെ മുന്നിൽ സ്റ്റാർ ആവാൻ നോക്കിയിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്